ഹായ് ഹലോ ഏഞ്ചലാണേ. ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് എടത്വപ്പള്ളിയിലോട്ട് പോവുകയാണേ. അപ്പോൾ പള്ളിയിലെ വിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും കാണിച്ചു തരാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആലപ്പുഴ ജില്ലയിൽ പമ്പ നദീതീരത്ത് 200 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് സെൻറ്റ് ജോർജ് ഫെറോന ദേവാലയം. 1810 സെപ്റ്റംബർ 29 സ്ഥാപിതമായ ഈ ദേവാലയം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടപ്പള്ളി പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുസ്വരൂപമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. പാൽവർണ്ണ കുതിരമേലിരുന്നൊരു തന്നീത പാമ്പിനെ എതിർക്കുവാൻ പുറപ്പെടുന്നേ. പണ്ടത്തെ ചരിതത്തിൽ സഹതായെ പോലവൻ നായാടാൻ മനസ്സുകൊണ്ടൊരുക്കമായേ. ചിറകൊണ്ട് പണമുണ്ടെന്ന് അഹങ്കരിക്കും പാമ്പെ, ഇവയൊന്നും ചിരകാലം ഇരിപ്പതല്ല. പാരാകെ വിഷം തുപ്പും കൂടിയില പാമ്പേ ചൊല്ല്, നേരിനെ ജയിപ്പാൻ നീ കരുത്തനാണോ? മനമാണമിടുക്കന്റെ പടക്കുതിര, മതിയാണ പോരാളിക്ക് തിളങ്ങും വേല്. കുതിരതൻ കാലിൽ ചുറ്റി പിടിക്കും പാമ്പേ പേടി, കുതിരക്കുളം പഠിച്ചു കൊതിക്കും വീരൻ. വഴികളിൽ തടയിടും ശിലകളെതിരെ പൊരുതി നിന്നെതിരിനായണയും ഈ നിരയിൽ കരലുമായി കളമിതിൽ കളികൾ തുടരും എന്നടരിൽ നീ അനുദിനം വിജയ വഴിയിലണയുക. മതമടി മുടി നിറയും പാമ്പേ, മതി മതി കളി മതി നിന്നാട്ടം. രണ്ടാളിലയൊരുവൻ മണ്ണിൽ വീഴും വരെ ഇനി ഈ യുദ്ധം. പകലുകളും രാവും താണ്ടി പട തുടരും നിന്നേരെ. കുടിലതയെ പാടെ നീക്കാൻ ഒരു മഴു വീഴും അടിവേരിൽ. വീട്ടിലത്തേക്ക് കുറച്ച് രൂപങ്ങളും കാര്യങ്ങളും മെഴുകുതിരി കത്തിക്കാനുള്ള സ്റ്റാൻഡൊക്കെ ചീത്തയായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതേ പള്ളിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ പിന്നെ കുട്ടിപ്പട്ടാളങ്ങൾ വിടത്തില്ലല്ലോ, അവർക്ക് പിന്നെ ടോയ്സ് വേണം. അങ്ങനെ പിന്നെ ദേ ഒരു കിറ്റ് നിറച്ച് ടോയ്സും ഐസ്ക്രീമും എല്ലാം വാങ്ങിച്ച് കുറേ നേരം ഞങ്ങൾ പള്ളിയിൽ മുറ്റത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങിയത്. ഇത് കണ്ടില്ലേ, സ്ഥിരം പരിപാടി. എൻ്റെ ഐസ്ക്രീം അവൾ കഴിക്കുന്നു, അവളുടെ ഐസ്ക്രീം ഞാൻ കഴിക്കുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് പലഹാരങ്ങളും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു വീട്ടിലത്തേക്ക്. അങ്ങനെ വാങ്ങിച്ച് കുറച്ചധികം നേരം അവിടെ നിന്ന ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അപ്പോഴും നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് നിർത്തിയത് വൈബ് ഫുഡ് കോർട്ടിലാണ്. ഇത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് മുന്നേ ആയിട്ടാണ് കേട്ടോ ഈ ഫുഡ് കോർട്ട് വരുന്നത്. നല്ല ആംബിയൻസും നല്ല വൈബായിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു. അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, കാം ആൻഡ് ക്വയറ്റായിട്ടിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു പ്ലേസാണത്. ഞങ്ങളൊരു ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ പൊറോട്ട, ചിക്കൻ 65, ബീഫ് ഫ്രൈ, അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് ഇത്തിരി പുറകോട്ടാണ് ഞാൻ. അപ്പോൾ അത് കാരണം ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് ആളെനിക്ക് ജ്യൂസ് വാങ്ങിച്ച് കൊണ്ടുവരും കേട്ടോ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വാങ്ങിച്ചായിരുന്നു. അപ്പം ഈ ചായ തന്നെ നമുക്ക് സെൽഫ് സർവീസാണ് ഇവിടെ.
നമ്മൾ തന്നെ പോയി എടുക്കണം. അങ്ങനെ ഈ ചായൻ്റെ എല്ലാവർക്കുള്ള ജ്യൂസും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്ത് കൊടുത്തു ആൾ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ഇതേ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി ഞാൻ തിരിച്ചു വരാം. ടാറ്റ, ബൈ ബൈ, സീ യു. Mother phone, wipe, 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 mother phone, wipe.